ജീവിതമെന്നും ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കാനും ദൈവത്തിനും മനുഷ്യർക്കും അനുയോജ്യരായ വ്യക്തികളായി, യോഗ്യരായ വ്യക്തികളായി, സ്വീകാര്യരായ വ്യക്തികളായി മാറാനും ദൈവം നമുക്ക് പ്രമാണങ്ങൾ തന്നിട്ടുണ്ട്. 10 പ്രമാണങ്ങൾ. അതിൻ്റെ രത്നച്ചുരുക്കത്തിൽ 2 പ്രമാണങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. ദൈവസ്നേഹം അത് ഒരു സൈഡിൽ നമ്മൾ മാറ്റിവെക്കാം. കാരണം പ്രാർത്ഥനയിലൂടെയും ദൈവിക സാന്നിധ്യത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും എല്ലാം ദൈവത്തോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ പാർട്ടുണ്ടല്ലോ, അയൽക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ആ ഒരു പാർട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. നിൻ്റെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട് മറ്റുള്ളവരോടുള്ള സ്നേഹം, നിൻ്റെ കുടുംബത്തിലെ വ്യക്തികളോടുള്ള സ്നേഹം. ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കെല്ലാവർക്കും പറ്റും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ പറ്റും. ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുമോ? തമ്പുരാനോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ ഞാൻ എന്നെ കരുതുന്ന പോലെ, സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണം. 3 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്തണം. 1, ദൈവമേ എല്ലാവരെയും ഉൾക്കൊള്ളാൻ എൻ്റെ ഹൃദയം നീ തുറക്കണം, ഹൃദയ വിശാലത നീ തരണം. നീ എല്ലാവരെയും ഉൾക്കൊണ്ട പോലെ ഒറ്റിക്കൊടുത്ത യൂദാസിനെയും തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഇട്ടിട്ടുപോയ എല്ലാ സ്ലീഹന്മാരെയും എല്ലാവരെയും ഉൾക്കൊണ്ട പോലെ ഹൃദയം തുറന്ന് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള അനുഗ്രഹം എനിക്ക് തരണം. അപ്പോൾ ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്നെക്കാളും തമ്പുരാൻ്റെ സാന്നിധ്യമുള്ള, അനുഗ്രഹമുള്ള ഒരു വലിയ വ്യക്തിയാണെന്ന് കരുതി നോക്കിയേ. ഒരു വിശുദ്ധനായ വ്യക്തിയാണ് എൻ്റെ അടുത്തുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വിശുദ്ധയായ വ്യക്തിയാണ് അടുത്തുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം സ്നേഹത്തോടെ ആ വ്യക്തിയെ നമ്മൾ കരുതും. അതുപോലെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റട്ടെ. 3-മതായി പ്രത്യേകം എപ്പോഴും ഓർക്കണം, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറയുന്ന തമ്പുരാൻ അതിന് വളരെ എളുപ്പമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മോട് വിരോധമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന എല്ലാ വ്യക്തികളെയും തമ്പുരാൻ്റെ മുമ്പിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് പേര് പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ നമ്മൾ അവരെ വിട്ടുകൊടുക്കുക. എൻ്റെ ഈശോയെ, ഈ വ്യക്തിയെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, അംഗീകരിക്കാൻ പറ്റണില്ല, കൃപ തന്ന് അനുഗ്രഹിക്കണേ. ആ വ്യക്തി എന്നോട് ചെയ്ത കാര്യങ്ങൾ നീ ആ വ്യക്തിയോട് ക്ഷമിക്കണേ, എനിക്ക് ക്ഷമിക്കാനുള്ള അനുഗ്രഹം തരണേ, ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. മനസ്സുകൾ തുറക്കട്ടെ, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാത്തിലും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റട്ടെ. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗാവാസവും എന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും